ഇന്ന് മധുരമുള്ള ഒരു കഥ പറയാം. ബർമിംഗ്ഹാമിലെ 93 ബുൾ സ്ട്രീറ്റിൽ 1824 ജോൺ കാഡ്ബറി ഒരു പലചരക്ക് കട തുടങ്ങി. അതില് ചോക്ലേറ്റും കൊക്കോയുമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിരുന്ന സാധനം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി അദ്ദേഹം ഒരു വെയർ ഹൗസ് വാങ്ങി. തുടർന്ന് ആവശ്യക്കാർ കൂടിയപ്പോൾ കുറച്ചുകൂടി വലിയ രീതിയിൽ ഒരു ഫാക്ടറി എടുത്ത് ഇതിന്റെ ഉൽപാദനം ആരംഭിച്ചു. ആ സമയം ജോണിന്റെ മക്കളായിരുന്ന ജോർജും റിച്ചാർഡും ഈ കമ്പനിയുടെ സാരഥ്യം ഏറ്റെടുത്തു. നെതർലാൻഡ്സിൽ നിന്നും കൊക്കോയിൽ നിന്നും കൃത്യമായി ചോക്ലേറ്റ് വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഒരു കൊക്കോ പ്രസ് ഇവര് വാങ്ങുകയുണ്ടായി. അങ്ങനെ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ ശുദ്ധമായ ചോക്ലേറ്റ് വിപണിയിലെത്തിക്കാനായി ജോൺ കാഡ്ബറിക്കും മക്കൾക്കും സാധിച്ചു. ഇത് കൊക്കോ എസൻസ് എന്ന പേരിലാണ് ഇവർ വിപണിയിൽ എത്തിച്ചത്. ഇതിന്റെ പരസ്യവാചകം അബ്സല്യൂട്ട്ലി പ്യുർ ദെർഫോർ ബെസ്റ്റ് എന്നതായിരുന്നു. വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പായിരുന്നു അത്. കമ്പനി അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി. ഏറെ വൈകാതെ തന്നെ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഹൃദയത്തിന്റെ ആകൃതിയിൽ ഒരു ചോക്ലേറ്റ് ബോക്സ് ഇവർ പുറത്തിറക്കി. തുടർന്ന് ഈസ്റ്റർ എഗ് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു ഈസ്റ്റർ എഗ്ഗും വിപണിയിലെത്തിച്ചു. രണ്ടും ജനഹൃദയങ്ങളെ കീഴ്പ്പെടുത്തി. അങ്ങനെ നമ്മുടെ കമ്പനി കുറച്ചുകൂടി നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. ബർമിംഗ്ഹാമിന്റെ തെക്കു ഭാഗത്തായി അവരൊരു വലിയ രീതിയിലുള്ള ഒരു ഫാക്ടറി എടുക്കുകയുണ്ടായി. ബോൺ വില്ല എന്ന പേരിലായിരുന്നു ആ ഫാക്ടറി അറിയപ്പെട്ടിരുന്നത്. 16 വീടുകൾ ഇതിന്റെ തൊഴിലാളികൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുകയും അവിടെ ചോക്ലേറ്റിന്റെ ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ജോർജിന്റെ മകനായ ജോർജ് കാഡ്ബറി ജൂനിയറിന്റെ ഒരു ആശയമായിരുന്നു ക്രീം ചേർത്ത ശുദ്ധമായിട്ടുള്ള ചോക്ലേറ്റ്. അങ്ങനെ പാല് ചേർത്തുകൊണ്ട് ആദ്യമായി ഒരു ചോക്ലേറ്റ് ഉണ്ടാകുകയാണ്. അതാണ് നമ്മൾ ഇന്ന് കഴിക്കുന്ന കാഡ്ബറി ഡയറി മിൽക്ക്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് വിപണി കൈയടക്കിയ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിരുന്ന ഒരു ചോക്ലേറ്റ് ആയി മാറി UK. 2024 കാഡ്ബറി ഡയറി മിൽക്ക് സ്ഥാപിച്ചിട്ട് 200 വർഷം തികഞ്ഞു. ഇന്ന് നമ്മൾ അതിന്റെ പാക്കറ്റിന്റെ പുറത്ത് കാണുന്ന ആ ലോഗോയിൽ കാണുന്ന ഒപ്പ് ജോൺ കാഡ്ബറിയുടെ കൊച്ചുമകനായ വില്യം കാഡ്ബറിയുടെ സിഗ്നേച്ചറാണ്. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.